എക്സ്ക്യൂസ് മീ. ഗൈസ്, എനിക്ക് തോന്നുന്നു കേബിൾ കാറിൽ വരുന്നതിനെക്കാട്ടിലും ഇത് തന്നെയായിരിക്കും നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുന്നത്. നിങ്ങൾ നടന്നു പോകുന്നവരാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വരുന്നതായിരിക്കും ബെറ്റർ. ഗൈസ്, always be healthy, drink water. ഞാൻ തളർന്നോണ്ടൊന്നും അല്ല കേട്ടോ. ഹലോ ഗായ്സ്, അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പക്ഷിശില്പമായ ജഡായു എർത്ത് സെൻറ്ററിൽ നിങ്ങൾ പോയിട്ടുണ്ടോ? കൊല്ലം ജില്ലയിലെ ചടയമംഗലത്തിനടുത്താണ് കേട്ടോ ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ഇന്നത്തെ യാത്ര അങ്ങോട്ട് പോകുന്ന വഴിക്ക് തന്നെ ക്ലൈമറ്റ് അടിപൊളിയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ചെറിയ മഴയും ഉണ്ടായിരുന്നു. അപ്പോൾ ലോങ് ജേർണി ആയതുകൊണ്ട് കുറച്ചൊന്ന് നിർത്തി ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി. നമ്മളിപ്പം ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോഴാണ്. നല്ല ക്ലൈമറ്റാണ്, ചെറിയ മഴ, പിന്നെ മഴ ഇപ്പം കുറച്ചൊന്ന് തോന്നുന്നുണ്ട്. അപ്പം എവിടെ പോയാലും ചായ. നമ്മളപ്പം ജഡായു എർത്ത് സെന്ററിലാണ് ഇപ്പോൾ ഉള്ളത്. സോ ഇവിടെ 2 വീലേഴ്സിന് പാർക്കിംഗ് ടിക്കറ്റ് വരുന്നത് 20 റുപ്പീസാണ്. പിന്നെ 4 വീലേഴ്സിന് ഇവിടെ വേറെ പാർക്കിംഗ് ഉണ്ട്. ഇവിടെയാണ് 2 വീലറിന്റെ പാർക്കിംഗ് വരുന്നത്. അപ്പുറത്തെ സൈഡിലാണ് 4 വീലറിന്റെ പാർക്കിംഗ്. പോയിട്ട് ബാക്കി മേളിലേക്ക് പോവേണ്ടത്. മേളിൽ പോയിട്ടാണ് ബാക്കി കേബിൾ കാറും ജഡായു എർത്ത് സെന്ററിലെ സ്റ്റാച്ചു ഒക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് ഇനി പോകുന്നത് കേട്ടോ. ബാ. കേബിൾ കാറിൽ പോകണമെന്നുള്ളവർക്ക് ആ വഴിയാണ് എൻട്രി വരുന്നത്. നടന്നു പോകുന്നവർക്ക് ഇതുവഴിയാണ് എൻട്രി വരുന്നത്. അപ്പോൾ നമ്മളിന്ന് നടന്നു പോവാണ്. 800 സംതിങ് പടികളാണ് ഇവിടെ ഉള്ളത്. അപ്പം നോക്കാം, നമുക്ക് 826 തോന്നുന്നു. നമുക്ക് നോക്കാം കയറാൻ പറ്റുമെന്ന്. അപ്പം ഇതുവഴി നമ്മൾ കയറി പോവാണ്. നോക്കാം പടി കയറാൻ പറ്റുമെന്ന്. അപ്പം നിങ്ങൾ ജഡായു എർത്ത് സെന്റർ എക്സ്പീരിയൻസ് ചെയ്യാത്തവരാണെങ്കിൽ ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ഇത്. അടിപൊളിയായിട്ട് ഇവിടെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവരെല്ലാം. പിന്നെ ടിക്കറ്റ് എനിക്ക് കുറച്ച് കോസ്റ്റ്ലി ആയിട്ട് തോന്നി. അത് മേ ബി ഇത്രയും ഇങ്ങനെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ടായിരിക്കും എന്ന് തോന്നുന്നു. എന്തായാലും പോയി നോക്കാം. ആദ്യം നമ്മൾ ചാടി കയറുക, കാരണം അവിടെ എത്തുമ്പോൾ നമ്മൾ ടയർഡാവും, നമുക്ക് കയറാൻ പറ്റൂല. അതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ തുള്ളി ഇരുന്ന് കയറുക. വിചാരിച്ചു ഇവിടെ നല്ല വെയിലായിരിക്കും, പക്ഷേ ചൂടുണ്ട്. പക്ഷെ അത്രയും വെയിലില്ല, ചൂടുണ്ട് കേട്ടോ. ജഡായു അഡ്വഞ്ചർ സെന്റർ.
പടികളൊന്നുമല്ല, നിരന്ന സ്ഥലവും വരുന്നുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ഇതുപോലത്തെ സ്റ്റോണിലുള്ള അറേഞ്ച്മെന്റ് വരുന്നുണ്ട്. പിന്നെ ഇങ്ങനെ മരങ്ങളുടെ സൈഡിലൊക്കെ നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നടന്നു പോകുന്നത് ഒരു ബെറ്റർ ഓപ്ഷൻ ആണെന്ന് തോന്നുന്നു. കാരണം കുത്തനെയുള്ള പടികളല്ല ഇതുവരെയും എന്തായാലും വന്നിട്ടുള്ളത്. അപ്പോൾ നടന്നു പോകുന്നവർക്ക് അതൊരു നല്ല ഓപ്ഷൻ ആയിരിക്കും. അഡ്വഞ്ചേഴ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതുപോലെ നടന്നു പോകാം. പിന്നെ കേബിൾ കാർ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ആവാം. ജഡായു എർത്ത് സെൻറ്ററിലോട്ട് പോകുന്ന ഓരോ പടികളും ഓരോ യാത്രയും വല്ലാത്തൊരു രസമായിരുന്നു കേട്ടോ. കാരണം കാടിൻ്റെ സൈഡിലൂടെയുള്ള യാത്ര വളരെ രസകരമായിട്ട് എനിക്ക് തോന്നി. പിന്നെ കേബിൾ കാറിൽ പോകുമ്പോൾ ഇത്രയും ഒരു രസം ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതിൻ്റെ അകത്ത് വലിയ രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെയാണ് അവർ ചെയ്തു വെച്ചേക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ വാക്കിംഗ് തന്നെയാണ് എടുക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. കാടിന് നടുവിലൂടെയുള്ള കാഴ്ചകളെല്ലാം കണ്ട് ഏകദേശം 1 മണിക്കൂർ കൊണ്ട് നമുക്ക് മുകളിലെത്താവുന്നതാണ് കേട്ടോ. Guys, always be healthy, drink water. ഞാൻ തളർന്നോണ്ടൊന്നും അല്ല കേട്ടോ. എക്സ്ക്യൂസ് മീ. പോകുന്ന വഴിയിൽ 2 സൈഡിൽ ഇതുപോലെ കുരങ്ങന്മാരുണ്ട് കേട്ടോ. പിന്നെ അവർ ഉപദ്രവകാരികളൊന്നുമല്ല. അവരെ ഉപദ്രവിക്കാതെ പോവുകയാണെങ്കിൽ അവർ നമ്മളെ ഉപദ്രവിക്കത്തൊന്നുമില്ല. വല്ലാത്തൊരു കാഴ്ചയാണ് ഈ 2 സൈഡിലൂടെയും നമുക്ക് കാണാൻ പറ്റുന്നത്. ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ്സും ഇവിടെ തന്നെ ചെയ്തിട്ടുണ്ട്. 241 പടികളാണ് കയറാനുള്ളത്. ഇപ്പം ഇത്രയും പടികൾ നമ്മൾ കയറി വന്നിട്ടുണ്ട്. ബാക്കിൽ കാണുന്ന പടികളാണ്. സോ ഇവിടെ കുറച്ച് പാറയുടെ സെറ്റപ്പ് ഒക്കെ കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ എത്തിയിട്ടില്ല, ഇനി ഒത്തിരി പോകാനുണ്ട്. അപ്പോൾ മാക്കിനെ നടക്കാം. മാക്ക് ദാ വീണ്ടും അടുത്ത പടികൾ വന്നിട്ടുണ്ട്. ചെറിയ മഴയുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്തെ സൈഡിലെ വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇപ്പുറത്തെ സൈഡിലെ വ്യൂ വരുന്നത് ഈ ഒരു വ്യൂ ആണ്. ഭയങ്കര രസമുണ്ട് കേട്ടോ. അപ്പം ഇതുവഴിയാണ് കേബിൾ കാറിൽ പോവേണ്ടത് ഈ വഴിക്കാണ് കേട്ടോ. അവിടെ നിന്നായിരിക്കും മിക്കവാറും വരുന്നത്. നമ്മൾ നടക്കാം. മുകളിലോട്ട് കയറും തോറും ചെറിയൊരു മഴയുടെ ആംബിയൻസും കൂടെ ഉണ്ടായിരുന്നേ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴ കൊള്ളാതെ കയറി നിൽക്കാനുള്ള ചെറിയ സ്ഥലങ്ങൾ അവിടെ ആയിട്ട് 1-2 ഒക്കെ ഉണ്ടേ. അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഗൈസ്, എനിക്ക് തോന്നുന്നു കേബിൾ കാറിൽ വരുന്നതിനെക്കാട്ടിലും ഇത് തന്നെയായിരിക്കും നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുന്നത്. നിങ്ങൾ നടന്നു പോകുന്നവരാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വരുന്നതായിരിക്കും ബെറ്റർ. ഗൈസ്, ഇനി 143 സ്റ്റെപ്പ്, 135 മീറ്റർ. യു ആർ ഹെൽത്തി. ഗൈസ്, നമ്മൾ ഏകദേശം അടുത്തെത്തി. ഏകദേശം അല്ല, നമ്മൾ എത്തിയിട്ടുണ്ട്. സൂപ്പർ ഗൈസ്, ഇതാണ് ഇവിടുത്തെ വ്യൂ. മേളിൽ പോയി നോക്കുമ്പോൾ വേറൊരു വ്യൂ ആണ് കേട്ടോ.
അപ്പോൾ ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഷോപ്പ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ആണെങ്കിൽ നമുക്ക് സ്റ്റാച്യൂസ് പിന്നെ അതുപോലെ തന്നെ സുവനിയേഴ്സ് അങ്ങനത്തെ ഐറ്റംസൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് ഇവിടുത്തെ റേറ്റ് ഫിക്സഡ് റേറ്റ് ആണ് വരുന്നത്. ആ റേറ്റ് അനുസരിച്ച് നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. മുകളിലായിട്ട് ശ്രീരാമൻ്റെ ഒരു ടെമ്പിളും വരുന്നുണ്ട്. ടെമ്പിളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ചെരുപ്പൊക്കെ സൂക്ഷിക്കാവുന്നതാണ്. 10 രൂപയാണ് നമ്മുടെ ഫുഡ് വെയേഴ്സിന് ചാർജ് വരുന്നത് കേട്ടോ. മുകളിലാണ് ശ്രീരാമൻ്റെ കോദണ്ഡരാമ ക്ഷേത്രം വരുന്നത്. ക്ഷേത്രത്തിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് അവിടുത്തെ ആർക്കിടെക്ചറൽ ഭംഗിയാണ് കേട്ടോ. അവിടെ നമുക്ക് തൊഴാനുള്ള സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. രാവിലെയും വൈകുന്നേരവുമാണ് അവിടുത്തെ പൂജാ കാര്യങ്ങളൊക്കെ വരുന്നത്. മാത്രമല്ല ഈ ഏരിയയിൽ ഒരുപാട് വാനരന്മാരുള്ളത് കൊണ്ട് തന്നെ പ്രത്യേക ഒരു വാനരയൂട്ടും കാര്യങ്ങളൊക്കെ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് ശ്രീരാമൻ്റെ കാല് പതിഞ്ഞു എന്ന് പറയപ്പെടുന്ന ആ ഒരു പോർഷൻ. അതായത് ശ്രീരാമൻ ഇവിടെയാണ് കാല് കുത്തിയത് എന്നാണ് പൊതുവെയുള്ള വിശ്വാസം. അപ്പം ഇതൊക്കെയാണ് ജഡായുവിലുള്ള മെയിൻ ഹൈലൈറ്റ്സ്. അപ്പോൾ 6 മണിയാകുമ്പം ഇവിടെ ക്ലോസ് ആവും. കേബിൾ കാർ ആയാലും നമ്മൾ വാക്കിൻ ആയാലും 6 മണിയാകുമ്പം ക്ലോസ് ആവും. അപ്പോൾ 6 മണി വരെ ഇവിടെ ടൈമുള്ളൂ. അപ്പോൾ നിങ്ങൾ വരുന്നവരാണെങ്കിൽ അതിന് മുന്നേ വരാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ മാക്സിമം ഈ വീഡിയോയിൽ ഞാൻ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഒരു 3 മണി ടൈമൊക്കെ ആകുമ്പോൾ ഇവിടെ എത്താൻ കണക്കിന് നിങ്ങൾ വരിക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ എൻജോയ് ചെയ്ത് ഒരു 5:30-6 മണിയോടുകൂടി ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇപ്പോൾ ഏകദേശം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇവിടെ എല്ലാം ഏകദേശം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഫുൾ കാണാൻ പറ്റും. ഇവിടെ ഫുൾ ലൈറ്റ്സ് ഒക്കെ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോക്കകത്ത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ കാണണമെന്നുണ്ടെങ്കിൽ ഓൾ എന്നുള്ള ബെല്ലൈക്കൺ കൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പം പുതിയ പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ഗൈസ്. അല്ല അത് കട്ട് ചെയ്യും.